ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. അപ്പോൾ ഒരു 7 കിലോ ബീഫായിരുന്നു റെഡിയാക്കിയത്. അപ്പോൾ അതൊക്കെ സ്റ്റൗ കത്തിക്കുവാണ്. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് പൊളിച്ച ചെറിയ ഉള്ളി, ആ ഉള്ളിയിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, തേങ്ങ അരിഞ്ഞത്, ഉപ്പ്, ചെറിയൊരു മഞ്ഞ കളർ വരുന്നവരെ ഒന്ന് മൂപ്പിക്കുക. അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി ചതച്ചത്, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അല്പം പാപ്പ, അതിനകത്തേക്ക് അല്പം വേപ്പില, സവോള അരിഞ്ഞത്, അല്പം വെളിച്ചെണ്ണ കൂടി, ആ മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും കൂടി ബീഫിനകത്ത് പുരട്ടി പറ്റിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് സവോള വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ചേർക്കാം. മീറ്റ് മസാലപ്പൊടി, സാദാ മസാല എല്ലാം കൂടി പൊടിച്ചതാണ് അത്. ഇതാദ്യം ചേർക്കാഞ്ഞെന്ന് വെച്ചെന്നാൽ വങ്ങിപ്പോകുന്നതാണ് ചേർക്കാഞ്ഞത്, അതുകൊണ്ടൊന്നും തോന്നിയേക്കരുത്. അതിനകത്തേക്ക് മുളക് പൊടി, ഇത് പിരിയൻ മുളക് പൊടിയും നാടൻ മുളക് പൊടിയും കൂടിയാണ്. നെയ്യ് ഇത്തിരി കുറവായിരുന്നു. കുരുമുളക് നന്നായി പൊടിക്കണ്ട, ഒന്ന് കടിക്കുന്ന രീതി. നമ്മുടെ ബീഫ് ഇവിടെ റെഡിയായിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഉച്ചയ്ക്കുള്ള ഭക്ഷണമാണ് ഇത് റെഡിയാക്കുന്നത്. അതിന് ബീഫ് ഉലത്തിയത്, മീൻകറി, ഒരു തോരൻ, മോര് കാച്ചിയത്, ഒരു ചെമ്മീപ്പൊടി, അച്ചാറ്, ചള്ളാസ്, ഇത്രയാണ് നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇത്ര ഐറ്റം നമ്മൾ കൊടുക്കുന്നത് 120 രൂപയ്ക്കാണ്. അവിടെ കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നതാണ്. ഏത് ചടങ്ങിനും നമ്മളെ സമീപിക്കുക, വിളിക്കുക. ഐറ്റങ്ങൾ വേറെയുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു അരച്ചുകൂടുണ്ടാകും, ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടാവും. ഇത്ര ഐറ്റത്തിനാണ് 120 രൂപ വെച്ച് വാങ്ങുന്നത്. ആ സമയം നമുക്ക് ഇത്തിരി വേപ്പില ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ആ ബീഫ്, മീൻകറി, തോരൻ, ചെമ്മീപ്പൊടി, മോര് കാച്ചിയത്, അച്ചാറ്, ചള്ളാസ്, പിന്നെ ഒരു അരച്ചുകൂട്ട്, എന്തെങ്കിലും മെഴുക്ക് പുരട്ടി, എൻ്റെ കൈ കിട്ടുന്നതൊക്കെ ചെയ്തു കൊടുക്കും.